പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇരകൾക്ക് പണം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ച്. ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി ബേസിൽ ജോസഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിവിധ ജില്ലകളിൽ നിന്ന് പണം നഷ്ടപ്പെട്ടവരും പൊതുപ്രവർത്തകരും മാർച്ചിൽ പങ്കെടുത്തു. CBI പോലുള്ള പ്രത്യേക അന്വേഷണ ഏജൻസി കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തണമെന്നും പണം എങ്ങോട്ട് പോയെന്ന് കണ്ടെത്തണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ഞാൻ സൂചിപ്പിച്ചത് വിവിധ ഘട്ടങ്ങളിലായി ഞങ്ങൾ സൂചിപ്പിച്ചതാണ്. അനന്തകൃഷ്ണന്റെ സഹോദരിയടക്കം സഹോദരി ഭർത്താവടക്കം ഇതിൽ കണ്ണികളാണ്. എന്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന് ആ അന്വേഷണം പോകാൻ കഴിയാത്തത്? അനന്തകൃഷ്ണൻ സഹോദരി അതിനുശേഷം പത്രമാധ്യമങ്ങളെ കണ്ടു. ആക്ഷൻ കൗൺസിൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിഷേധം ഉയർത്തി. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ പ്രതിഷേധ മാർച്ചയോട് ആവശ്യപ്പെടുന്നു, കഴിഞ്ഞ 4-5 വർഷത്തെ ഈ അനന്തകൃഷ്ണന്റെ സഹോദരിയുടെയും ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക്, ബിനാമി അക്കൗണ്ടുകളിലേക്ക് അടക്കം ഈ പണം വഴിമാറിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്.